കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് വന്ന് കാണുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശ്നം കുറച്ച് നാളുകളായിട്ട് ലിംഗത്തിന് ഒരു സെൻസേഷനും അനുഭവപ്പെടുന്നില്ല. എപ്പോഴും ഒരു മരവിച്ച അവസ്ഥയാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ശീഘ്രസ്ഖലനം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അദ്ദേഹം ഈ ശീഘ്രസ്ഖലനത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ലിംഗത്തിന് മുകളിൽ ചില സ്പ്രേ ഉപയോഗിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ മരവിപ്പ് അനുഭവപ്പെട്ടു തുടങ്ങിയത്. ശരിയാണ്, സംഭവിക്കാം. ഇങ്ങനെയുള്ള സ്പ്രേകൾ, അതായത് സ്ഖലനം ദൈർഘിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സ്പ്രേകൾ എന്ന് പറയുമ്പോൾ അതിനുള്ളിലുള്ള കണ്ടൻസ് അനസ്തെറ്റിക് മെഡിസിൻസാണ്. അനസ്തെറ്റിക് മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ ശരീരത്തെ മരവിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്ന്. ഉദാഹരണത്തിന് ഇതേ മരുന്നുകൾ തന്നെയാണ് ഒരു ഡെൻറ്റിസ്റ്റ് പല്ലെടുക്കാൻ സമയത്ത് മോണയിലേക്ക് അടിച്ചു തരും, അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ തരാൻ നേരത്ത്. അപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ ഭാഗം അത്രയും മരവിച്ചിരിക്കുമ്പോൾ നമ്മൾ ആ പല്ലെടുത്താൽ അറിയില്ല, അല്ലെങ്കിൽ മോണയിൽ ഒരു ഇഞ്ചക്ഷൻ തന്നു കഴിഞ്ഞാൽ അറിയില്ല. ഇങ്ങനെയാണ്. അപ്പോൾ ഇതേ മരുന്നുകൾ അതിനകത്തുള്ള അനസ്തെറ്റിക് മെഡിസിൻ്റെ കണ്ടൻസിന് ചെറിയ വേരിയേഷൻ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അത് പെനീസിൻ്റെ സ്കിന്നിൽ, പ്രത്യേകിച്ച് ഗ്ലാൻസ് പെനീസിലും ഫോർ സ്കിന്നിലും ഒക്കെ അടിച്ചു കഴിയുമ്പോൾ അവിടെ ഒരു തരം മരവിപ്പ് അനുഭവപ്പെടും. മരവിപ്പ് അനുഭവപ്പെട്ടിട്ട് ലിംഗം തടി പോലെ ഇരിക്കും. ആ സമയത്ത് കുറേ കൂടുതൽ സമയം ഇൻ്റർകോഴ്സിൽ ഇടപെട്ടാലും സ്ഖലനം നടക്കില്ല. സ്ഖലനം എങ്ങനെയാണ് നടക്കുന്നത്? സ്ഖലനം നടക്കണമെങ്കിൽ ഒരു വ്യക്തിക്ക് പ്ലഷർ കിട്ടണം. ഓർഗാസ്മിക് എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സ്ഖലനമുള്ളത്. അപ്പോൾ ഒരു വ്യക്തി എപ്പോഴാണോ അയാളുടെ ലൈംഗിക സുഖത്തിൻ്റെ പാരമ്യതയിലെത്തുന്നത് ആ ഒരു സമയത്താണ് ഇജാക്കുലേഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ആ രതിസുഖത്തെ തടഞ്ഞു നിർത്തുകയാണ് ഇത്തരം മരവിപ്പിക്കുന്ന മരുന്നുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് വേണ്ടത്ര സുഖം കിട്ടില്ല. പക്ഷേ പങ്കാളിയെ കുറച്ച് കൂടുതൽ സമയം സന്തോഷിപ്പിക്കാം എന്നുള്ളതാണ് ഇവരാഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം. ഇതിൻ്റെ മറ്റൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, പലർക്കും ഇത് അടിച്ചു കഴിയുമ്പോൾ ലിംഗത്തിൽ കുറേ സമയത്തേക്ക് നീറ്റൽ അനുഭവപ്പെടും. അതേപോലെ തന്നെ ഈ സ്പ്രേ അടിച്ച ഉടനെ ബന്ധപ്പെട്ട് കഴിയുമ്പോൾ പങ്കാളിക്കും മിക്കവാറും വജൈനയുടെ ഉള്ളിൽ നീറ്റൽ അനുഭവപ്പെടാറുണ്ട്. ഒരു പെയിൻഫുൾ എക്സ്പീരിയൻസ് വരുന്നതായിട്ട് പലരും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ദീർഘകാലമായിട്ട് മരവിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇത്തരം ചില പാർശ്വഫലങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇത് അനവധി പേഷ്യൻ്റ് ഇത്തരം പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്പ്രേകളൊക്കെ മാർക്കറ്റിൽ സുലഭമായിട്ട് ലഭിക്കും. അപ്പോൾ അത്തരം സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുകയാണ് ഉത്തമം.